ആലപ്പുഴയിൽ പോലീസിന് നേരെ ആക്രമണം. അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 3 വയസ്സുകാരി നേരിട്ടത് ക്രൂരപീഡനം. വിശദമായ വാർത്തകൾ നോക്കാം. കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഡൽഹിയിൽ വൻ സ്ഫോടനം നടത്താനുള്ള ISIയുടെ പദ്ധതി പൊളിച്ച് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ. നേപ്പാൾ സ്വദേശിയായ അൻസാരുൾ മയ്യ അൻസാരിയാണ് പദ്ധതി തയ്യാറാക്കിയത്. അൻസാരി ജനുവരിയിൽ പിടിയിലായതോടെ പദ്ധതി പാളുകയായിരുന്നു. പിടിയിലായ വ്ലോഗർമാർക്ക് അൻസാരിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന തെളിവുകൾ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചു. ഡൽഹിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും തിരക്കുള്ള മാർക്കറ്റുകളിലും വൻ സ്ഫോടനം നടത്താനായിരുന്നു പാക് ചാരസംഘടനയായ ISI പദ്ധതിയിട്ടത്. ഡൽഹിയിലെ സൈനിക ക്യാമ്പുകളുടെ അടക്കം വിവരം ഇവർ ശേഖരിച്ചിരുന്നു. ഈ നീക്കമാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ ഇടപെടൽ മൂലം പൊളിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഭാരതം പുറത്താക്കിയ പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ മുസഫീലിനും ഇതിൽ പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നത്. നേപ്പാൾ പൗരനായ അൻസാരുൾ മിയ അൻസാരിയാണ് പദ്ധതി തയ്യാറാക്കിയത്. ഇയാൾ ഈ വർഷം ആദ്യം ഡൽഹിയിൽ പിടിയിലായിരുന്നു. ഖത്തറിൽ വെച്ചാണ് ISI ഇയാളെ കണ്ടുമുട്ടി ധാരണയിലെത്തിയത്. അടുത്തിടെ രാജ്യത്ത് പിടിയിലായ പല ബ്ലോഗർമാരും ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നും അന്വേഷണ സംഘങ്ങൾ വ്യക്തമാക്കുന്നു. ജനം, ഡൽഹി. അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 3 വയസ്സുകാരി അച്ഛന്റെ ബന്ധുവിൽ നിന്ന് നേരിട്ടത് ക്രൂരപീഡനം. മരണത്തിന്റെ തലേന്നും കൂടി പീഡനത്തിന് കുട്ടി ഇരയായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. കുട്ടിയുടെ അച്ഛന്റെ ബന്ധുവിനെ പുത്തൻകുരിശ് പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിന്റെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തു. സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് 3 വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതിന് പിന്നാലെ പുറത്തുവരുന്നത്. കുട്ടി പീഡനത്തിനിരയായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻകുരിശ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പീഡനത്തിന് പിന്നിൽ കുട്ടിയുടെ അച്ഛന്റെ സഹോദരനാണെന്ന് വ്യക്തമായത്. ഇതിൽ നിർണായകമായത് അമ്മയിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങളും. കേസിന്റെ അന്വേഷണത്തിന് നിയോഗിച്ച ആലുവ പുത്തൻകുരിശ് DYSPമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം നടത്തിയ മാരത്തോൺ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. ബലാത്സംഗം, അടുത്ത ബന്ധം ദുരുപയോഗം ചെയ്തുള്ള ലൈംഗിക അതിക്രമം അടക്കമുള്ള കുറ്റം ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. 1.5 വർഷമായി താൻ കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനടക്കം ഇരയാക്കിയതായാണ് പിതൃസഹോദരൻ കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി കൊല ചെയ്യപ്പെടുന്നതിന്റെ തലേ ദിവസവും പീഡനത്തിന് ഇരയായിരുന്നതായും കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവും രക്തസ്രാവവും ഉണ്ടായിരുന്നതായും സൂചിപ്പിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. പ്രതിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ ഇയാൾ ലൈംഗിക വൈകൃതമുള്ള ആളാണെന്ന സൂചനയും ലഭിച്ചു. ഇതേസമയം കുട്ടിയുടെ അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ അമ്മയെ വിട്ടു നൽകിയിട്ടുണ്ട്. കൊലപാതകത്തിന് പിന്നിൽ പീഡനവും കാരണമായിട്ടുണ്ടോ എന്നതും അന്വേഷണ സംഘം പരിശോധിക്കും. ഇതേസമയം കുട്ടിയുടെ വീട്ടിലും പിതൃസഹോദരന്റെ വീട്ടിലും ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. കോഴിക്കോട് പേരമ്പ്ര പൈത്തോത്ത് കല്യാണ വീട്ടിൽ മോഷണം നടത്തി 10 ലക്ഷത്തോളം രൂപ കവർന്ന സംഭവത്തിൽ മോഷ്ടാവിനെ കുറിച്ച് സൂചനയൊന്നും ലഭിക്കാതെ അന്വേഷണ സംഘം. അതേസമയം എത്രയും വേഗം മോഷ്ടാവിനെ കണ്ടെത്തണമെന്നും പണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാകുമെന്നും പണം നഷ്ടപ്പെട്ട കോറത്ത് സദാനന്ദനും കുടുംബവും വ്യക്തമാക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു പേരാമ്പ്ര സ്വദേശി സദാനന്ദന്റെ വീട്ടിൽ നിന്ന് 10 ലക്ഷത്തോളം രൂപ മോഷണം പോയത്. മകളുടെ കല്യാണ ദിവസം അതിഥികൾ സമ്മാനമായി നൽകിയ പണമാണ് കവർച്ച ചെയ്യപ്പെട്ടത്. സംഭവത്തിൽ പേരാമ്പ്ര പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും മോഷ്ടാവിലേക്ക് എത്താനുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും അതിലും പ്രതിയിലേക്ക് എത്താനുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന. മോഷ്ടാവിനെ എത്രയും വേഗം കണ്ടെത്തണമെന്നും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും പണം നഷ്ടപ്പെട്ട സദാനന്ദൻ പറയുന്നു. ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇപ്പം പലർക്കും പൈസ കൊടുക്കാനുണ്ട്. ഇതെന്താ വിചാരിച്ചതെന്ന് വെച്ചാല് ഇത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് പലതും ചെയ്തിരിക്കുന്നത്. ഇതിലെന്തായാലും ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയില്ല.
കാരണം ഈ പന്തല് ആൾക്കാർക്ക് പിന്നെ ഭക്ഷണത്തിന്റെ ഒരു കോൺട്രാക്ട് ആണ്, വലിയൊരു എമൗണ്ട് വരും. അതെല്ലാം കൊടുക്കാൻ അതൊന്നും സ്റ്റക്കാണ്, ആർക്കൊന്നും കൊടുത്തിട്ടില്ല. സൂക്ഷിച്ചു വെച്ചതൊക്കെ ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഞങ്ങളൊരു ബാക്കിൽ നല്ല ഗ്രിൽസിന്റെ ഒരു പൂട്ടുണ്ട്, ആ പൂട്ട് പൊട്ടിച്ച് അകത്ത് കടന്ന് കരുതാണ്. കല്യാണമായിട്ട് ബന്ധപ്പെട്ട തലേന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല. പെട്ടെന്ന് ശരിക്കും കിടക്കാൻ പോയതല്ല, ശരിക്കും അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയത്. നമ്മുടെ വീട്ടിൽ CCTV ഇല്ല, മറ്റുള്ളതിന്റെ അടുത്തൊന്നും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, കഴിഞ്ഞ് കാണുന്നില്ല. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എന്നൊന്നും അറിയാം. മറ്റേ നമ്മൾ പോലീസുകാർ എന്തൊക്കെയാ അവർക്ക് കിട്ടിയത് നമുക്ക് അവർ വെളിപ്പെടുത്തില്ല, അതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. അടുക്കള വാതിലിന്റെ പൂട്ട് പൊളിച്ചാണ് ഓഫീസ് മുറിയിൽ സൂക്ഷിച്ച പണം കവർന്നത്. രാവിലെ പന്തൽ പൊളിക്കാൻ എത്തിയവരാണ് വീടിനോട് ചേർന്ന് ഉപേക്ഷിച്ച നിലയിൽ പെട്ടി കണ്ടെത്തിയത്. തുടർന്ന് വീട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ പേരാമ്പ്ര പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. വീടിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. ജനം, കോഴിക്കോട്. എരുമേലിയിൽ അമിത വില ചോദ്യം ചെയ്ത തീർത്ഥാടകനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ നടപടി ആരംഭിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ദേവസ്വം വിജിലൻസ് വിഭാഗം മർദ്ദനമേറ്റ തീർത്ഥാടകന്റെ മൊഴിയെടുത്തു. മണ്ഡലകാലത്തിന് സമാനമായ മാസപൂജ സമയങ്ങളിലും എരുമേലിയിൽ പ്രത്യേക മജിസ്ട്രേറ്റിന്റെ സേവനം വേണമെന്ന് ശബരിമല അയ്യപ്പ സേവാ സമാജം ആവശ്യപ്പെട്ടു. മെയ് 16 എരുമേലി ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം നടപ്പന്തലിന് സമീപം അമിതവില ഈടാക്കിയത് ചോദ്യം ചെയ്ത ശബരിമല തീർത്ഥാടകരെ വ്യാപാരികൾ കയ്യേറ്റം ചെയ്ത സംഭവം ജനം ടിവിയാണ് പുറത്തുവിട്ടത്. കയ്യേറ്റത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു. സംഭവത്തിൽ എരുമേലി പോലീസ് കേസെടുക്കുകയും ചെയ്തു. പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ദേവസ്വം വിജിലൻസ് വിഭാഗം കയ്യേറ്റത്തിനിരയായ തീർത്ഥാടകൻ തിരൂരങ്ങാടി സ്വദേശി സുമേഷുമായി ബന്ധപ്പെട്ട് മൊഴിയെടുത്തു. സംഭവത്തിന്റെ വിശദാംശങ്ങളും ദൃശ്യങ്ങളും വിജിലൻസിന് കൈമാറി. കയ്യേറ്റം നടന്ന എരുമേലി വലിയമ്പലം നടപ്പന്തലിലെ B4 ബാർ 2 എന്ന നമ്പറിട്ട കടയിൽ വിജിലൻസ് പരിശോധന നടത്തി. സംഭവ സമയത്ത് ഈ കടയിൽ വിലവിവര പട്ടിക ഇല്ലായിരുന്നുവെന്നാണ് സുമേഷ് നൽകിയിരിക്കുന്ന മൊഴി. ഒരു ചായയ്ക്ക് 20 രൂപയാണ് ഇവർ ഈടാക്കിയത്. ഇത് ചോദ്യം ചെയ്തതാണ് കയ്യേറ്റത്തിൽ കലാശിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് റിപ്പോർട്ട് തയ്യാറാക്കി ദേവസ്വം ബോർഡിനും ഹൈക്കോടതിയിലും സമർപ്പിക്കും. അതേസമയം തീർത്ഥാടകരെ കൊള്ളയടിക്കുന്നത് തടയാൻ മണ്ഡല മകരവിളക്ക് കാലത്തിന് സമാനമായി മാസപൂജാ സമയങ്ങളിലും എരുമേലിയിൽ പ്രത്യേക മജിസ്ട്രേറ്റിന്റെ സേവനം വേണമെന്ന് ശബരിമല അയ്യപ്പ സേവാ സമാജം ആവശ്യപ്പെട്ടു. ഈ സ്പെഷ്യൽ മജിസ്ട്രേറ്റ് ഡ്യൂട്ടി മജിസ്ട്രേറ്റുമാരെ സാധാരണ മണ്ഡല മകരവിളക്ക് കാലഘട്ടത്തിൽ മാത്രമാണ് വെക്കാറുള്ളത്. അത് മാറ്റി എല്ലാ ശബരിമല നട തുറന്നിരിക്കുന്ന എല്ലാ സമയങ്ങളിലും എരുമേലിയിലും അവരുടെ സേവനം നിർബന്ധമായും വേണമെന്നാണ് അയ്യപ്പ സേവാ സമാജം ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ശബരിമല സ്പെഷ്യൽ ജഡ്ജിൻ്റെ സേവനം എരുമേലിയിൽ കൂടി നൽകണം. അത്യാവശ്യമായി എരുമേലിയിൽ കൂടി നൽകേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നിയന്ത്രണമുണ്ടെങ്കിൽ ഈ കൊള്ളരുതായ്മകൾ അയ്യപ്പഭക്തന്മാർക്കെതിരെയുള്ള ചൂഷണം ഒരു പരിധിവരെ നിയന്ത്രിക്കുവാനും നിർത്തലാക്കുവാനും സാധിക്കും. ശബരിമല നട തുറന്നിരിക്കുന്ന സമയങ്ങളിലെല്ലാം എരുമേലിയിൽ റവന്യൂ കൺട്രോൾ റൂമോ റവന്യൂ പരിശോധനാ സ്ക്വാഡിന്റെ സേവനമോ വേണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെയും ജില്ലാ കളക്ടറെയും എരുമേലി പഞ്ചായത്തിനെയും അയ്യപ്പ സേവാ സമാജം സമീപിച്ചു. ജനം, കോട്ടയം. കൊല്ലത്ത് സുനാമി ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തിവന്ന 3 പേർ അറസ്റ്റിൽ. ഇവരിൽ നിന്ന് ലഹരി മരുന്ന് ഗുളികകളും കഞ്ചാവും എക്സൈസ് സംഘം പിടികൂടി. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വലിയവിള സുനാമി ഫ്ളാറ്റിൽ കുട്ടപ്പായി എന്ന് വിളിക്കുന്ന ജോർജ്, വാളത്തുങ്കൽ കോട്ടയിൽ വീട്ടിൽ വിഷ്ണു, വടക്കേവിള സ്വദേശി അനീഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. മയ്യനാട് നിന്നുമാണ് എക്സൈസ് സംഘം പ്രതികളെ പിടികൂടിയത്. പ്രതികളിൽ നിന്ന് 30 ഗ്രാം കഞ്ചാവും 20 ലഹരി മരുന്ന് ഗുളികകളും കണ്ടെടുത്തു. രഹസ്യ വിവരത്തെ തുടർന്ന് പ്രതികളെ നേരത്തെ തന്നെ എക്സൈസ് സംഘം നിരീക്ഷിച്ചിരുന്നു. മയ്യനാട് വലിയവിള സുനാമി ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ ലഹരി കച്ചവടം. സർക്കാർ മാറ്റിപ്പാർപ്പിച്ച നിരവധി കുടുംബങ്ങളാണ് വർഷങ്ങളായി സുനാമി ഫ്ളാറ്റുകളിൽ കഴിയുന്നത്. ഇവിടെയുള്ള യുവാക്കളെയും കുട്ടികളെയുമാണ് പ്രതികൾ ലക്ഷ്യം വെച്ചിരുന്നത്. കാലങ്ങളായി ഈ മേഖലയിൽ ലഹരി കച്ചവടം നടത്തി വന്നിരുന്നവരാണ് പ്രതികൾ. ചാത്തന്നൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ S. സിയാദിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്തത്. വൈദ്യപരിശോധനകൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം. കൈക്കൂലി കേസിൽ ഇഡിക്കെതിരായ വിജിലൻസിന്റെ കേസിന്റെ മുന്നോടിയുന്നു. പരാതിക്കാരനായ അനീഷ് ബാബുവിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും.
നിരവധി തവണ മൊഴിയെടുത്തിട്ടും ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ വ്യക്തമായ തെളിവ് നൽകാൻ പരാതിക്കാരന് കഴിഞ്ഞിട്ടില്ല. ED ഉദ്യോഗസ്ഥനെതിരെ ഇതുവരെ തെളിവുകൾ കണ്ടെത്താനായിട്ടില്ലെന്ന് വിജിലൻസ് SP S ശശിധരൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ശേഖർ കുമാറിനെതിരെ ED വിജിലൻസ് അന്വേഷണവും ആരംഭിച്ചു. കൈക്കൂലി കേസിൽ ആരോപണ വിധേയനായ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് പോകാനാകില്ലെന്ന് വ്യക്തമായതോടെ ഡീറ്റെയിൽ തെളിവുകളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് വിജിലൻസ്. മൊഴികൾക്ക് ബലമേകുന്ന തെളിവുകളില്ല. ശേഖർ കുമാർ ഇതുവരെ പരാതിക്കാരനും വ്യവസായിയുമായ അനീഷ് ബാബുവിനോട് നേരിട്ട് കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടില്ല. രഞ്ജിത് വാര്യരാണ് ശേഖർ കുമാറുമായി സംസാരിച്ചിരുന്നതെന്നും ഇതിന്റെ ഡീറ്റെയിൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്നുമാണ് വിജിലൻസിന്റെ വാദം. ഡീറ്റെയിൽ തെളിവുകളുടെ സൈബർ ഫോറൻസിക് പരിശോധനാ ഫലം കൂടി കാത്തിരിക്കുകയാണ് വിജിലൻസ്. തെളിവുകൾ ഇല്ലാതിരിക്കാൻ ടെലഗ്രാം പോലുള്ള സമൂഹ മാധ്യമങ്ങളും ചില ആപ്പുകളും ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്നും വിജിലൻസ് സംശയിക്കുന്നു. ഇതിനിടെ ശേഖർ കുമാറിനെതിരായ ആരോപണങ്ങൾ തള്ളിയ ED ഉദ്യോഗസ്ഥർ ഇത്തരം ആരോപണങ്ങൾ നേരിടുകയും കേസുകളിൽ ഉൾപ്പെടുകയും ചെയ്താലുള്ള ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണത്തിലേക്കും കടന്നിരിക്കുകയാണ്. ശേഖർ കുമാറിനെതിരായ EDയുടെ ആഭ്യന്തര അന്വേഷണം നീളും. ഈ കാലയളവിൽ സ്ഥാനക്കയറ്റമോ മറ്റ് അധിക ആനുകൂല്യങ്ങളോ ലഭിക്കില്ല. കാലങ്ങൾ നീളുന്നതാണ് അന്വേഷണ നടപടി. അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികയിൽ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനിരിക്കെയാണ് ആരോപണവും കേസുമുണ്ടായത്. ജനം, കൊച്ചി. ആലപ്പുഴ രാമങ്കരയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു. വേഴപ്രച്ചിറയിൽ അകത്തേപ്പറമ്പിൽ വിദ്യയെയാണ് കൊലപ്പെടുത്തിയത്. 42 വയസ്സായിരുന്നു. ഭർത്താവ് വിനോദിനെ രാമങ്കര പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി 10:30 കൊലപാതകം. ഭാര്യ വിദ്യയിലുള്ള സംശയമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സൂചന. വിനോദും വിദ്യയും തമ്മിൽ നേരത്തെ തർക്കമുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അതിനുശരിക്ക് പെട്ടെന്ന് തന്നെ ഈ വാർഡിൻ്റെ മെമ്പറായ മോജി രാജേഷിനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും അപ്പോൾ അത് ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഇന്ന കണക്കാണ് ഇന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് ഇന്ന ആളാണ്. അതുകൊണ്ട് ബോഡി ഇന്നലെ തന്നെ എടുത്ത് പോലീസുകാരൊക്കെ വന്ന് ഇന്നലെ തന്നെ എടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മറ്റേ പ്രതി എന്ന് പറയുന്ന ഭർത്താവിനെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. രാമങ്കരി ജംഗ്ഷനിൽ ഹോട്ടൽ നടത്തുകയാണ് ദമ്പതികൾ. ഇന്നലെ രാത്രി യാത്ര കഴിഞ്ഞ് വന്ന ശേഷം ഇരുവരും തമ്മിൽ വീണ്ടും തർക്കമുണ്ടായി. അതിനിടെയാണ് വിനോദ് വിദ്യയെ കുത്തിയത്. കുത്തേറ്റ് വീണ വിദ്യയെ പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വഴിമധ്യേ മരിച്ചു. രാമങ്കരി പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. വിദ്യയുടെ മൃതദേഹം ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ജനം, ആലപ്പുഴ. സംസ്ഥാനത്ത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായി അന്വേഷണത്തിന് CBI. കേരളത്തിലെ എല്ലാ കേസുകളിലും CBI അന്വേഷിക്കും. രാജ്യവിരുദ്ധ ശക്തികൾ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചേക്കാമെന്ന് അന്വേഷിക്കുന്നുണ്ട്. CBIക്ക് അനുമതി നൽകി സർക്കാർ പുതിയ വിജ്ഞാപനം പുറത്തിറക്കി. ജൂലൈയിലാണ് കോഴിക്കോട് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയത്. അന്താരാഷ്ട്ര ഫോൺ കോളുകൾ അട്ടിമറിച്ച് ഭീകരപ്രവർത്തനങ്ങൾക്ക് പോലും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഉപകരണങ്ങളും ഇവിടെ നിന്ന് കണ്ടെത്തി. കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസുകൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. തൊട്ടുപിന്നാലെ മലപ്പുറത്തുൾപ്പെടെ ഇതേ രീതിയിൽ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി. സംഭവത്തിൽ പിടിയിലായ പ്രതികളുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് വിദേശത്ത് നിന്ന് എത്തിയത്. മാത്രമല്ല, ഇതേ സംഘം തന്നെ കേരളത്തിന് പുറത്തും ടെലിഫോൺ എക്സ്ചേഞ്ച് പ്രവർത്തിപ്പിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് ദേശീയ അന്വേഷണ ഏജൻസിയും അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ഗുരുതര സ്വഭാവമുള്ള കേസായിരുന്നിട്ടും പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വഴിമുട്ടി. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളിലൊരാളായ റമീസിന് സമാന്തര എക്സ്ചേഞ്ചുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിരുന്നു. 46 കോടി രൂപയാണ് വിദേശത്ത് നിന്ന് പ്രതികൾക്ക് ലഭിച്ചത്. ഭീകരബന്ധം ഉൾപ്പെടെ സംശയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കേസ് വിശദമായി CBI അന്വേഷിക്കുന്നത്. കേരളത്തിൽ നിലവിൽ 4 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസുകൾക്ക് പുറമെ സംസ്ഥാനത്തൊട്ടാകെ അന്വേഷണം നടത്താനാണ് CBI തീരുമാനം. സമാന്തര എക്സ്ചേഞ്ച് പ്രവർത്തിപ്പിച്ച് എന്തൊക്കെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെന്നതിൽ പ്രത്യേക അന്വേഷണം നടത്തും. CBI അന്വേഷണത്തിനൊപ്പം EDയും പണം എത്തിയ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. R. രാജീവ്, ജനം, തിരുവനന്തപുരം.
സംസ്ഥാനത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കുതിച്ചുയരുന്നു. 4 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്തത് 61,956 കേസുകളാണ്. 2022 മുതൽ 2025 മാർച്ച് വരെയുള്ള കണക്കുകളാണിത്. സ്ത്രീധന മരണങ്ങളിലൂടെ എണ്ണത്തിലും വർധനവുണ്ട്. 4 വർഷത്തിനിടെ സ്ത്രീധന പീഡനം മൂലം മരിച്ചത് 25 സ്ത്രീകളാണ്. സംസ്ഥാനത്ത് സ്ത്രീ സൗഹൃദമാണെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ 4 വർഷത്തെ കണക്കുകളാണ് ഇത്. സംസ്ഥാനം സ്ത്രീ സൗഹൃദമെന്ന് അവകാശപ്പെടുമ്പോഴും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ കുറവൊന്നുമില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ കൃത്യമായി പറഞ്ഞാൽ 2022 മുതൽ 2025 മാർച്ച് വരെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ രജിസ്റ്റർ ചെയ്തത് 61,956 കേസുകളാണ്. ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, പീഡനം, സ്ത്രീധന പീഡനം ഉൾപ്പെടെ വിവിധ കേസുകളിലായാണ് ഇത്. ഇക്കാലയളവിൽ ബലാത്സംഗത്തിനിരയായ കേസുകളുടെ കണക്കുകളും പരിശോധിച്ചാൽ ഞെട്ടിക്കുന്നതാണ്. 8,722 ബലാത്സംഗ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 2022-ലും 2023-ലും 2024-ലും എന്തിന് ഈ വർഷം മാർച്ച് മാസം വരെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം ഞെട്ടിപ്പിക്കും. സ്ത്രീധന മരണങ്ങളുടെ എണ്ണത്തിലും യാതൊരു കുറവുമില്ല. ഈ 4 വർഷക്കാലയളവിൽ 25 ജീവനുകളാണ് സ്ത്രീധനത്തിന്റെ പേരിൽ പൊലിഞ്ഞത്. പോലീസിന്റെ കാര്യക്ഷമമില്ലായ്മയും കുറ്റകൃത്യങ്ങൾ പെരുകുവാൻ കാരണമാകുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. സ്ത്രീ സുരക്ഷയ്ക്കായി രാത്രി നടത്തം സംഘടിപ്പിക്കുന്ന സർക്കാർ ഭരിക്കുമ്പോഴാണ് സ്ത്രീകൾക്ക് ഈ ദുർഗതി എന്നതും ശ്രദ്ധേയം. ജനം, തിരുവനന്തപുരം. ഹോട്ടലിൽ മോഷണ ശ്രമത്തിനിടെ വിശന്ന കള്ളൻ ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ച് ഏറെ നേരം വിശ്രമിച്ച ശേഷം 29,000 രൂപയുമായി മുങ്ങി. പാലക്കാട് ചന്ദ്രനഗറിലെ ഹോട്ടലിലാണ് സംഭവം. ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്ന മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. പ്രതിക്കായി പാലക്കാട് കസബ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവം. വിശന്ന് വലഞ്ഞെത്തിയ കള്ളൻ ഹോട്ടലിലെ പണം കവർന്നതിനൊപ്പം ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച ഭക്ഷണം ചൂടാക്കി കഴിച്ച് മണിക്കൂറോളം വിശ്രമിച്ച് മടങ്ങുകയായിരുന്നു. പാലക്കാട് ദേശീയ പാതയോരത്തെ മൂൺ സിറ്റി ഹോട്ടലിലാണ് വ്യത്യസ്തമായ കവർച്ച നടന്നത്. ഹോട്ടലിന്റെ പിൻവാതിൽ തകർത്തെത്തിയ കള്ളൻ ക്യാഷ് ഡ്രോയിലും മറ്റും സൂക്ഷിച്ച പണത്തിനോടൊപ്പം ദുരിതബാധിതർക്കായി സ്വരൂപിച്ച നോട്ടുകളടങ്ങിയ ഹുണ്ടികയും കവരുകയായിരുന്നു. 29,000 രൂപയോളം ഹോട്ടലിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട്. ഹോട്ടലിൽ കയറിയ ഉടൻ ഫ്രിഡ്ജിൽ നിന്ന് ഭക്ഷണം എടുത്ത് ചൂടാക്കാൻ വെച്ചതിന് ശേഷമാണ് പണം തട്ടിയെടുത്ത് കൈക്കലാക്കിയത്. അതിനുശേഷം ഭക്ഷണം പ്ലേറ്റിലാക്കി കഴിക്കുകയും സോഫയിൽ മണിക്കൂറുകളോളം വിശ്രമിക്കുകയും ചെയ്ത കള്ളൻ ബാക്കി ഭക്ഷണം പൊതിഞ്ഞുകൊണ്ടുപോവുകയും ചെയ്തു. ഇതിൻ്റെ എല്ലാം CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഒരാഴ്ച മുൻപാണ് പാലക്കാട് കൽമണ്ഡപം പ്രതിഭാനഗറിലെ 3 വീടുകളിൽ കവർച്ച നടന്നത്. ഇതിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് പ്രതിഭാനഗറിൽ നിന്നും 1/2 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ദേശീയ പാതയോരത്തെ ഹോട്ടലിലും കവർച്ച നടന്നിരിക്കുന്നത്. ജനം, പാലക്കാട്. കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 2 പേർ കൂടി പിടിയിൽ. കൊണ്ടോട്ടി സ്വദേശികളായ മുഹമ്മദ് റസ്വാൻ, അനസ് എന്നിവരാണ് പിടിയിലായത്. ശനിയാഴ്ചയാണ് കൊടുവള്ളി സ്വദേശിയായ അനൂസ് റോഷനെ കാറിലും ബൈക്കിലും എത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത്. കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയ യുവാവ് അനൂസ് റോഷൻ സുരക്ഷിതമായി വീട്ടിൽ തിരിച്ചെത്തി. കാണാതായി 5-ാം ദിവസമാണ് അനൂസ് റോഷനെ മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത്. ടാക്സി ഡ്രൈവർക്ക് പങ്കില്ല, മുപ്പർക്കൊന്നും അറിയില്ല. അത് പിടിച്ചുകൊണ്ടുപോകുമ്പോ നമ്മളിത് സ്വാഭാവികമായിട്ട് എതിർക്കല്ലോ. അന്നപ്പോഴൊരു അതൊന്നും പുറത്ത് പറയരുതെന്ന് പറഞ്ഞു പോലീസ്. യുവാവിനെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കിയതിനു പിന്നാലെയാണ് വീട്ടുകാർക്കൊപ്പം വിട്ടയച്ചത്. അനൂസിന്റെ സഹോദരൻ അജ്മലുമായുള്ള സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് കൊട്ടേഷൻ സംഘം അനൂസിനെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് സൂചന. കർണാടക സ്വദേശിയായ ടാക്സി ഡ്രൈവറുടെ പങ്ക് അന്വേഷിക്കുമെന്നും കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും താമരശ്ശേരി ഡിവൈഎസ്പി സുഷീർ കെ പറഞ്ഞു. പ്രതികള് പിടിയിലാവുമെന്ന അവസ്ഥ വന്നപ്പം അവർ കേരളത്തിലേക്ക് രക്ഷപ്പെടാൻ നോക്കി.
പ്രതികൾ പോലീസിൻ്റെ സാന്നിധ്യം അറിഞ്ഞു പാലക്കാട് ഇറങ്ങി. തുടർന്ന് വാഹനം കൊണ്ടോട്ടിയിൽ വെച്ച് ഇൻ്റർഫിയർ ചെയ്തിട്ടാണ് അന്നൂസ് റോഷനെ ഞങ്ങളിപ്പോൾ മോചിപ്പിച്ചത്. ഇതൊരു ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്. നേരിട്ടും അല്ലാതെയും ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. 2 കേസുകളിലായിട്ട് 3 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും. കേസിൽ 3 പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ പങ്കും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അന്നൂസ് റോഷനെ മൈസൂരിലെ രഹസ്യ കേന്ദ്രത്തിൽ പാർപ്പിച്ചിട്ടുണ്ടെന്ന വിവരം പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു. ഇതറിഞ്ഞതോടെ പ്രതികൾ യുവാവിനൊപ്പം ടാക്സിയിൽ കേരളത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു. പാലക്കാട് വെച്ച് പ്രതികൾ മറ്റൊരു വാഹനത്തിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി കൊടുവള്ളി പോലീസ്. ജനം, കോഴിക്കോട്. കണ്ണൂർ പയ്യാവൂർ കാഞ്ഞിരക്കൊല്ലിയിൽ ഇരുമ്പ് പണിക്കാരനായ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതി കോടതിയിൽ കീഴടങ്ങി. നടുവിൽ കോട്ടയം തട്ട് സ്വദേശി വിജേഷ് തളിപ്പറമ്പ് കോടതിയിലെത്തിയാണ് കീഴടങ്ങിയത്. 2-ാം പ്രതിയെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കാഞ്ഞിരക്കൊല്ലിയിൽ യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 1-ാം പ്രതിക്കായി പോലീസ് തിരച്ചിൽ തുടരുന്നതിനിടയിലാണ് ഇയാൾ കോടതിയിൽ കീഴടങ്ങിയത്. നടുവിൽ കോട്ടയം തട്ട് സ്വദേശി വിജേഷാണ് തളിപ്പറമ്പ് കോടതിയിൽ കീഴടങ്ങിയത്. കേസിലെ 2-ാം പ്രതി രതീഷിനെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. ചൊവ്വാഴ്ചയാണ് കാഞ്ഞിരക്കൊല്ലി സ്വദേശി നിതീഷിനെ വീട്ടിൽ കയറി 2-അംഗ സംഘം വെട്ടിക്കൊന്നത്. കൊല്ലപ്പണിക്കാരനായ നിതീഷിന്റെ വീടിനോട് ചേർന്ന ആലയിലെത്തിയ വിജേഷും രതീഷും നിതീഷിനോട് വഴക്കുണ്ടാക്കുകയായിരുന്നു. വാക്കുതർക്കമായതോടെ വാക്കത്തിയെടുത്ത് നിതീഷിന്റെ തലയ്ക്ക് വെട്ടി. തടസ്സം പിടിക്കാനെത്തിയ നിതീഷിന്റെ ഭാര്യ ശ്രുതിക്കും വെട്ടേറ്റു. ശ്രുതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിതീഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് പിന്നാലെ പ്രതികൾ ബൈക്കിൽ കടന്നു കളഞ്ഞു. 2-ാം പ്രതി രതീഷ് സംഭവം നടന്ന അന്ന് രാത്രി തന്നെ പോലീസിന്റെ പിടിയിലായി. എന്നാൽ 1-ാം പ്രതിയായ വിജേഷ് കടന്നു കളഞ്ഞു. മറ്റു വഴികളില്ലാതെ വന്നതോടെയാണ് ഇയാൾ കോടതിയിലെത്തി കീഴടങ്ങിയത്. ജനം, കണ്ണൂർ. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 11 ഗ്രാം കഞ്ചാവുമായി തിരുവനന്തപുരം വെഞ്ഞാറുമൂട് സ്വദേശി പിടിയിൽ. തോട്ടരികത്ത് വീട്ടിൽ അൻസാറിനെയാണ് കോഴിക്കോട് ടൗൺ പോലീസ് പിടികൂടിയത്. ടൗൺ പോലീസിന്റെ പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടയിൽ റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിന് സമീപത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. തൃശൂർ പത്താഴക്കുണ്ട് ഡാമിൽ മത്സ്യബന്ധനത്തിന് പോയ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. കുളത്താഴം സ്വദേശി വേണുഗോപാലാണ് മരിച്ചത്. ഇന്നലെ രാത്രി സുഹൃത്തുക്കൾക്കൊപ്പം മീൻ പിടിക്കാൻ പോയ വേണുഗോപാലിനെ ഡാമിൽ കാണാതാവുകയായിരുന്നു. ഫയർഫോഴ്സും സ്ക്യൂബ ടീമും നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മത്സ്യബന്ധനത്തിടെ കാൽ വഴുതി വെള്ളത്തിൽ വീണതെന്നാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തൃശൂർ അക്കിക്കാവിലുണ്ടായ വാഹനാപകടത്തിൽ 10-ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കൊരട്ടിക്കര കൊച്ചുപറമ്പിൽ മെഹബൂബിന്റെ മകൻ ഫൗസീനെയാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട പിക്കപ്പ് വാനിനെതിരെ വന്ന കാറിലും സൈക്കിളിലും ഇടിക്കുകയായിരുന്നു. അക്കിക്കാവ് TMHS സ്കൂളിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച ഫൗസിയാൻ. ഗുരുതരമായി പരിക്കേറ്റ ഫൗസിയയെ പെരുമ്പിലാവ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി കാക്കി നാളെ ഇതേ സമയം. സൈനിങ് ഓഫ്, വി വിനീഷ്.